ഒരാളും ഗൾഫിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി പോയതല്ല. ആവശ്യത്തിന് പണമായി കഴിയുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് എന്താ സംഭവം ബാക്കിയുടെ പറ കേക്കട്ടെ. ഇഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അത് ശരിയാണല്ലോ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൈഗ്രേഷൻ കേരളത്തിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു മൈഗ്രേഷനാണ്. സത്യം അറിയുമ്പോ അങ്ങ് ഞെട്ടും. ഞാൻ ഇപ്പോഴും ഞെട്ടിയിരിക്കുക. വലിയൊരു ശതമാനം വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രം. യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോകുന്ന ഒരാളും അവിടെ നിന്ന് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയും. 100% ഞാൻ യോജിക്കുന്നു. ആകും കഴിയുമ്പോഴേക്കും രണ്ടാം ജനറേഷൻ ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങില്ല. അതോടെ ആദ്യം പോയ ഫസ്റ്റ് ജനറേഷൻ ആളുകളും മടങ്ങി വരാത്തവരാകുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇവിടുത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന നമ്മൾ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ 36 കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ 35 കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ അപ്പൊ ഞാൻ പൊട്ടനാ കോടാനുകോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിലെ അത് ശരി, ഇപ്പൊ മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് ആണല്ലേ. ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കാണേണ്ടതല്ലേ എന്നാണ് ചോദ്യം. 3.5 കോടി മലയാളികളുള്ള നാട്ടിൽ 5-10 ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എന്റെ ചോദ്യം. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. 100% സാക്ഷരത 33 കൊല്ലം മുമ്പേ നേടിയ കേരളത്തെ, ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ, മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന കേരളത്തെ നട്ടയാൾക്കൾക്ക് ഇമാതിരി നുണ പറയാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചേ? പക്ഷെ ഇത് മാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റും. ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്നുകൂടി അതോടൊപ്പം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം സൂചിപ്പിച്ചത് കുറെ കണക്കുകളാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു. നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നല്ലേ? ഇതിനകത്ത് 80% എത്ര ശതമാനം പേരാ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ? 72% ചെറുപ്പക്കാരും കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ 148 രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ് 27 വർഷമായിട്ട് സഞ്ചരിക്കുകയും ഈ നാടിന്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവിടെ ഓർക്കണം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അപ്പോ സാറിന് മനസ്സിലായത് ഞാൻ നാട്ടിൽ വിട്ട് പോകണമെന്ന് എല്ലാവരും പറയല്ല, ഈ നാട് വിട്ടു പോകരുതെന്നാണ് സഞ്ചാരത്തിലെ സഫാരിയും കാണുന്നത്. ഇടയ്ക്ക് സഫാരിയും കൂടെ ഒന്ന് കണ്ടാൽ ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?